മലയാള ക്ലാസിക് സിനിമ നിർമ്മാല്യം ഒരു സമഗ്ര വിശകലനമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ അവതരിപ്പിക്കുന്നത്. നിർമ്മാല്യം ഒരു കാലഘട്ടത്തിൻ്റെ ദൃശ്യ സാക്ഷ്യമാണ്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന നാഴികക്കല്ലാണ് 1973 പുറത്തിറങ്ങിയ നിർമ്മാല്യം എന്ന ചലച്ചിത്രം. MD വാസുദേവൻ നായർ എന്ന അതുല്യ പ്രതിഭയുടെ ആദ്യ സംവിധാന സംരംഭം എന്ന നിലയിലും അതിതീവ്രമായ സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ ദൃശ്യവൽക്കരിച്ച ചിത്രം എന്ന നിലയിലും നിർമ്മാല്യം മലയാള സിനിമയിൽ തനതായ ഒരിടം നേടിയിട്ടുണ്ട്. യാഥാർത്ഥ്യ ബോധമുള്ള ആഖ്യാന ശൈലിക്ക് മലയാള സിനിമയിൽ പുതിയ ദിശാബോധം നൽകുന്നതിന് ഈ ചിത്രം നിർണായക സ്വാധീനം ചെലുത്തി. നൂറ്റാണ്ട് പിന്നിട്ടിട്ടും നിർമ്മാല്യം അതിൻ്റെ പ്രമേയപരമായ ആഴം കൊണ്ടും പ്രത്യേകിച്ച് ക്ലൈമാക്സ് രംഗത്തിലെ തീവ്രമായ ആവിഷ്കാരം കൊണ്ടും ഇന്നും സാംസ്കാരിക ചർച്ചകളിൽ സജീവമായി നിലകൊള്ളുന്നു. പ്രശസ്ത സാഹിത്യകാരനും തിരക്കഥാകൃത്തുമായ MD വാസുദേവൻ നായരുടെ ചലച്ചിത്ര ലോകത്തേക്കുള്ള പ്രവേശനം മലയാള സിനിമയ്ക്ക് പുതിയൊരു മാനം നൽകി. അദ്ദേഹത്തിൻ്റെ വരവോടെയാണ് മലയാള സിനിമയിൽ തിരക്കഥാകൃത്തിന് രാജപദവി ലഭിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ രചനാ വൈഭവത്തിൻ്റെ തെളിവാണ്. നിർമ്മാല്യം ഒരു സാധാരണ സിനിമ എന്നതിലുപരി മലയാള സാഹിത്യത്തിലെ ഒരു പ്രമുഖന്റെ ചലച്ചിത്ര പ്രവേശനത്തെയും അതുവഴി സിനിമ എന്ന മാധ്യമത്തിൻ്റെ സാധ്യതകളെക്കുറിച്ചുമുള്ള അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെയും അടയാളപ്പെടുത്തുന്നു. സാഹിത്യവും സിനിമയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു പുതിയ ചർച്ചയ്ക്ക് ഇത് തുടക്കമിട്ടു. MD സാഹിത്യത്തെയും സിനിമയെയും പരസ്പരം മത്സരിക്കാത്ത വിധം തുല്യ അകലത്തിൽ നിർത്തിക്കൊണ്ടാണ് ഈ സിനിമ സൃഷ്ടിച്ചത്. ഈ സമീപനം മലയാള സിനിമയുടെ ആഖ്യാനപരമായ ആഴം വർദ്ധിപ്പിക്കുകയും തിരക്കഥാകൃത്തിൻ്റെ പ്രാധാന്യം കൂടുതൽ ഉറപ്പിക്കുകയും ചെയ്തു. ഇത് MDയുടെ കലാപരമായ ദർശനത്തെയും സിനിമയെ ഒരു കലാസൃഷ്ടിയായി അദ്ദേഹം കണ്ടതിനെയും വ്യക്തമാക്കുന്നു. നിർമ്മാല്യം എന്ന ചലച്ചിത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങളും കഥാസംഗ്രഹവും പ്രധാന പ്രമേയങ്ങളും ഇപ്രകാരമാണ്. ചലച്ചിത്രത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ പറയുകയാണെങ്കിൽ സംവിധാനം, തിരക്കഥ, നിർമ്മാണം MD വാസുദേവൻ നായർ. ചിത്രം റിലീസ് ചെയ്തത് 1973. ഇതിലെ പ്രധാന അഭിനേതാക്കൾ PJ ആന്റണി, സുകുമാരൻ, സുമിത്ര, രവി മേനോൻ, അതുപോലെ തന്നെ കവിയൂർ പൊന്നമ്മ തുടങ്ങിയ പ്രമുഖ നടന്മാരാണ്. സുകുമാരൻ്റെയും സുമിത്രയുടെയും ആദ്യ ചിത്രമായിരുന്നു ഇത്. ഈ ചിത്രത്തിൻ്റെ പ്രധാന ലൊക്കേഷൻ മലപ്പുറം ജില്ലയിലെ മൂക്കുതല എന്ന ഗ്രാമമാണ്. ഇതിലെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് രാഘവൻ മാസ്റ്ററാണ്. അദ്ദേഹം നാടൻ പാട്ടുകൾക്കും ഉള്ളുവൻ പാട്ടിനും സവിശേഷമായ ഈണം നൽകി. ഈ ചിത്രത്തിൻ്റെ കഥ ഇപ്രകാരം സംഗ്രഹിക്കപ്പെടാം. ഉപേക്ഷിക്കപ്പെട്ട ഒരു ക്ഷേത്രത്തെയും അവിടുത്തെ പ്രധാന ചുമതലക്കാരനായ വെളിച്ചപ്പാടിൻ്റെയും ദാരിദ്ര്യത്തെയും കഷ്ടപ്പാടുകളെയും കുറിച്ചാണ് കഥ പറയുന്നത്. നിർമ്മാല്യം എന്ന സിനിമ കഥ പറയുന്നത്. വെളിച്ചപ്പാടിൻ്റെ കുടുംബത്തിൽ ഭാര്യ നാരായണി, മകൻ അപ്പു, മകൾ അമ്മിണി എന്നിവരുണ്ട്. മകൻ അപ്പുവിന് നല്ല വിദ്യാഭ്യാസം ലഭിച്ചിട്ടും ഒരു ജോലി ലഭിക്കുന്നില്ല. ക്ഷേത്രകാര്യങ്ങളിൽ താല്പര്യമില്ലാത്ത അയാൾ ഒരു ഘട്ടത്തിൽ നിവൃത്തികേട് കൊണ്ട് ക്ഷേത്രത്തിലെ പള്ളിവാൾ മോഷ്ടിക്കുകയും തുടർന്ന് വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെടുകയും ചെയ്യുന്നു. മകൾ അമ്മിണി ക്ഷേത്രത്തിൽ പുതുതായി വന്ന പൂജാരിയുമായി അടുപ്പത്തിലാവുകയും എന്നാൽ അയാൾ അവളെ വഞ്ചിച്ച് ഉപേക്ഷിച്ച് പോവുകയും ചെയ്യുന്നു. ഇതിനിടെ നാട്ടിൽ വസൂരി പടർന്നു പിടിക്കുന്നു. ഇത് ദേശദേവതയുടെ കോപമാണെന്ന് വിശ്വസിച്ച് ജനങ്ങൾ വെളിച്ചപ്പാടിന്റെ നേതൃത്വത്തിൽ
ക്ഷേത്ര പുനരുദ്ധാരണ ശ്രമങ്ങൾ ആരംഭിക്കുന്നു. ഇതിനാവശ്യമായ പണത്തിനായി വെളിച്ചപ്പാട് ദേശം മുഴുവൻ അലഞ്ഞ് ക്ഷീണിച്ച് വീട്ടിലെത്തുമ്പോൾ തൻ്റെ കിടപ്പറയിൽ നിന്ന് ഭാര്യ പണം പലിശയ്ക്ക് കൊടുത്തയാൾക്ക് വശംവദയായിട്ട് പലിശക്കാരൻ ഇറങ്ങിപ്പോകുന്നത് കാണുന്നു. ഭാര്യ സ്വന്തം ശരീരം അയാൾക്ക് വിറ്റു എന്ന് മനസ്സിലാക്കുന്ന വെളിച്ചപ്പാട് കടുത്ത ആത്മരോഷത്താൽ തൻ്റെ വാളെടുത്ത് ക്ഷേത്രത്തിലെത്തുന്നു. ദേവി വിഗ്രഹത്തിനരികിൽ ഉറഞ്ഞു തുള്ളി നെറ്റിയിൽ പലതവണ ആഞ്ഞുവെട്ടുകയും ഒഴുകിയ രക്തം വിഗ്രഹത്തിലേക്ക് തുപ്പി പ്രതിഷേധിക്കുകയും തുടർന്ന് മരിക്കുന്നതുമാണ് നിർമാല്യത്തിൻ്റെ കഥ. പല പ്രമേയങ്ങളും ഈ ചിത്രത്തിൽ അടിവരയിട്ട് കാണിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ദാരിദ്ര്യം തന്നെയാണ്. ക്ഷേത്രത്തിലെ വെളിച്ചപ്പാടിൻ്റെയും കുടുംബത്തിൻ്റെയും കടുത്ത ദാരിദ്ര്യം സിനിമയുടെ പ്രധാന വിഷയമാണ്. ഇത് കേവലം സാമ്പത്തിക ദാരിദ്ര്യമല്ല, മറിച്ച് ആത്മാഭിമാനത്തിൻ്റെയും വിശ്വാസത്തെയും കാർന്നു തിന്നുന്ന ഒന്നായി സിനിമ ചിത്രീകരിക്കുന്നു. രണ്ടാമത്തെ പ്രമേയം എന്ന് പറയാവുന്നത് വിശ്വാസവും യാഥാർത്ഥ്യവും തമ്മിലുള്ള സംഘർഷമാണ്. ജനങ്ങളുടെ അന്ധവിശ്വാസങ്ങളും, അതായത് വസൂരി പോലുള്ള രോഗങ്ങൾ ദേവീ കോപമായി കാണുന്നത്, എന്നാൽ വെളിച്ചപ്പാടിൻ്റെ ജീവിതത്തിലെ കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള വൈരുദ്ധ്യം സിനിമ എടുത്തു കാണിക്കുന്നു. താൻ ഇത്രയും കാലം ഉപാസിച്ച ദേവി തൻ്റെ രക്ഷയ്ക്കെത്തില്ലെന്ന് വെളിച്ചപ്പാട് മനസ്സിലാക്കുന്ന നിമിഷം വിശ്വാസത്തിൻ്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാട്ടപ്പെടുന്നു. മറ്റൊരു പ്രമേയം ഇതിൽ എടുത്തു പറയുന്നത് സാമൂഹിക രോഷമാണ്. വെളിച്ചപ്പാടിൻ്റെ അവസാനത്തെ പ്രവൃത്തി കേവലം വ്യക്തിപരമായ നിരാശയല്ല, മറിച്ച് നിലവിലുള്ള സാമൂഹിക വ്യവസ്ഥിതിയോടുള്ള വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങളോടുള്ള ഒരു പ്രതിഷേധമായി മാറുന്നു. വെളിച്ചപ്പാട് തൻ്റെ ജീവിതം മുഴുവൻ ഒരു ദേവതയെ സേവിച്ച വ്യക്തിയാണ്. എന്നിട്ടും അദ്ദേഹത്തിനും കുടുംബത്തിനും കടുത്ത ദാരിദ്ര്യവും ദുരിതവുമാണ് നേരിടേണ്ടി വരുന്നത്. മകൻ പള്ളിവാള് മോഷ്ടിക്കുന്നു, മകൾ വഞ്ചിക്കപ്പെടുന്നു, ഭാര്യ ശരീരം വിൽക്കുന്നു. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം താൻ വിശ്വസിച്ച ദൈവമോ ആ വിശ്വാസത്തെ ചൂഷണം ചെയ്യുന്ന ചുറ്റുപാടോ ആണെന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നു. അവസാനത്തെ തുപ്പൽ താൻ ഇത്രയും കാലം സേവിച്ച ദൈവത്തോടുള്ള വെറുപ്പും, എന്നാൽ അതിലുപരി ആ ദൈവത്തെയും വിശ്വാസത്തെയും തങ്ങളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കായി ഉപയോഗിക്കുന്ന സമൂഹത്തോടുള്ള കടുത്ത പ്രതിഷേധവുമാണ്. ഇതൊരു വ്യക്തിയുടെ നിസ്സഹായതയുടെയും, എന്നാൽ ആ നിസ്സഹായതയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്ന ഒരു വ്യവസ്ഥാപിത കലാപത്തിൻ്റെയും പ്രതീകമാണ്. ഇത് കേവലം ഒരു മതപരമായ വിമർശനമല്ല, മറിച്ച് ദാരിദ്ര്യം, ചൂഷണം, അന്ധവിശ്വാസം എന്നിവയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള സാമൂഹിക വിമർശനമാണ്. മറ്റൊരു തലം മനുഷ്യൻ്റെ നിസ്സഹായതയാണ്. കാലഹരണപ്പെട്ട വിശ്വാസങ്ങൾക്കും മാറുന്ന സാമൂഹിക സാഹചര്യങ്ങൾക്കും മുന്നിൽ ഒരു വ്യക്തി അനുഭവിക്കുന്ന നിസ്സഹായത സിനിമ വരച്ചു കാട്ടുന്നു. MD എന്ന എഴുത്തുകാരനേക്കാൾ MD വാസുദേവൻ നായർ എന്ന സംവിധായകനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ പറയേണ്ടത്. MD വാസുദേവൻ നായർ സംവിധാന ജീവിതത്തിലെ ആദ്യത്തെ ചുവടുവയ്പായിരുന്നു നിർമാല്യം. അദ്ദേഹത്തിന് പ്രശസ്തമായ പള്ളിവാളം കാൽച്ചിലമ്പും എന്ന ചെറുകഥയാണ് സിനിമയ്ക്ക് ആധാരമാക്കിയത്. സത്യജിത് റേയുടെ പഥേർ പാഞ്ചാലി എന്ന ലോക ക്ലാസിക് ചിത്രം കോഴിക്കോട്ടെ ക്രൗൺ തിയേറ്ററിൽ നിന്ന് കണ്ടിറങ്ങിയപ്പോഴാണ് സ്വന്തം ഗ്രാമജീവിതത്തിലെ ആളുകളെയും സംഭവങ്ങളെയും ആധാരമാക്കി ഒരു ചിത്രം ചെയ്താലോ എന്ന ആലോചന MDക്ക് വരുന്നത്. ഈ പ്രചോദനം അദ്ദേഹത്തെ സ്വന്തം ഗ്രാമീണ പശ്ചാത്തലത്തിലെ യാഥാർത്ഥ്യങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു. MD സാഹിത്യത്തെയും സിനിമയെയും തുല്യ അകലത്തിൽ നിർത്തിക്കൊണ്ട് പരസ്പരം ആധിപത്യം ചെലുത്താതെയാണ് ഈ സിനിമ സൃഷ്ടിച്ചത്. ഇത് അദ്ദേഹത്തിൻ്റെ ദൃശ്യഭാഷാ വൈദഗ്ധ്യത്തെയും കഥയുടെ ആഴത്തെയും ഒരേപോലെ നിലനിർത്താൻ സഹായിച്ചു.
കഥയുടെ ആഴം നിലനിർത്തിക്കൊണ്ട് യാഥാർത്ഥ്യബോധത്തോടെയുള്ള ദൃശ്യാവിഷ്കാരം സാധ്യമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ഇത് മലയാള സിനിമയുടെ ആഖ്യാന ശൈലിയിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായി. വെളിച്ചപ്പാടായി PJ ആന്റണി നടത്തിയ പകർന്നാട്ടം ഇന്ത്യൻ സിനിമയെ വിസ്മയിപ്പിച്ചു. അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. ഈ വേഷത്തിനായി MD ആദ്യം ശങ്കരാടിയെയാണ് പരിഗണിച്ചിരുന്നെങ്കിലും PJ ആന്റണിയാണ് കൂടുതൽ അനുയോജ്യനെന്ന് ശങ്കരാടി തന്നെ നിർദ്ദേശിക്കുകയായിരുന്നു. ഇത് MDയുടെ തുറന്ന സമീപനത്തെയും നടന്മാരുടെ ഉൾക്കാഴ്ചയെയും വ്യക്തമാക്കുന്നു. നിർമാല്യം ഒരു സംവിധായകന്റെ അരങ്ങേറ്റ ചിത്രം എന്നതിലുപരി മലയാള സിനിമയിൽ റിയലിസം എന്ന ആശയത്തെ കൂടുതൽ ദൃഢമാക്കുകയും സാഹിത്യപരമായ ആഴവും ദൃശ്യപരമായ സത്യസന്ധതയും എങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകാമെന്ന് തെളിയിക്കുകയും ചെയ്തു. ഇത് മലയാള സിനിമയുടെ ആഖ്യാന ശൈലിയിൽ ഒരു പുതിയ വഴിത്തിരിവിന് കാരണമായി. പതേർ പാഞ്ചാലി പോലുള്ള ലോക ക്ലാസിക്കുകൾ നൽകിയ പ്രചോദനം MDയെ സ്വന്തം ഗ്രാമീണ പശ്ചാത്തലത്തിലെ യാഥാർത്ഥ്യങ്ങളെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ പ്രേരിപ്പിച്ചു. ഇത് വെറും കഥ പറച്ചിലായിരുന്നില്ല, മറിച്ച് കേരളീയ ജീവിതത്തിന്റെ നേർക്കാഴ്ചയായിരുന്നു. സാഹിത്യപരമായ ആഴം സിനിമയിൽ കൊണ്ടുവന്നതിലൂടെ മലയാള സിനിമയുടെ ആഖ്യാന ശൈലിക്ക് കൂടുതൽ ഗൗരവവും യാഥാർത്ഥ്യബോധവും കൈവന്നു. ഇത് മലയാള സിനിമയിലെ റിയലിസ്റ്റിക് പ്രവണതകളെ ശക്തിപ്പെടുത്തി. KG ജോർജ് പോലുള്ള സംവിധായകരും യാഥാർത്ഥ്യത്തെ സത്യസന്ധമായി ആവിഷ്കരിച്ചവരാണ്. എന്നാൽ MDയുടെ നിർമാല്യം ഒരു സാഹിത്യകാരന്റെ കാഴ്ചപ്പാടിലൂടെ ഈ റിയലിസത്തിന് ഒരു പുതിയ മാനം നൽകി. ഇത് പിന്നീട് വന്ന പല റിയലിസ്റ്റിക് സിനിമകൾക്കും ഒരു പ്രചോദനമായി വർത്തിച്ചു. സാഹിത്യത്തിൽ നിന്ന് സിനിമയിലേക്ക് വന്ന MDയുടെ ഈ സമീപനം തിരക്കഥാകൃത്തുക്കൾക്ക് സിനിമയിൽ ഒരു പ്രധാന സ്ഥാനം നേടിക്കൊടുക്കുന്നതിനും കാരണമായി. കാരണം കഥയുടെയും പ്രമേയങ്ങളുടെയും ആഴം സിനിമയുടെ വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഇത് തെളിയിച്ചു. നിർമാല്യം എന്ന ചലച്ചിത്രം ദേശീയ സംസ്ഥാന തലങ്ങളിൽ നിരവധി പുരസ്കാരങ്ങൾ നേടി. ഇത് മലയാള സിനിമയിലെ അതിൻ്റെ ക്ലാസിക് പദവിക്ക് അടിവരയിട്ടു. ദേശീയ തലത്തിൽ മികച്ച ചിത്രത്തിനും മികച്ച നടനും അവാർഡ് കിട്ടിയപ്പോൾ 1973 സംസ്ഥാന അവാർഡിൽ മികച്ച ചിത്രത്തിന്റെ വിഭാഗത്തിൽ നിർമാല്യത്തിന് കിട്ടി. ഈ പുരസ്കാരങ്ങളാണ് നിർമാല്യത്തിന് മലയാള സിനിമയിലെ ഒരു ക്ലാസിക് പദവി നേടിക്കൊടുത്തത്. ഈ ദേശീയ പുരസ്കാരങ്ങൾ, പ്രത്യേകിച്ച് മികച്ച ചിത്രത്തിനും നടനും ലഭിച്ചവ, മലയാള സിനിമയ്ക്ക് ദേശീയ തലത്തിൽ ഒരു വലിയ അംഗീകാരം നേടിക്കൊടുത്തു. ഇത് മലയാള സിനിമയുടെ കലാപരമായ നിലവാരം ഉയർത്തുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിച്ചു. കൂടാതെ റിയലിസ്റ്റിക് ആഖ്യാന ശൈലികൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുകയും ചെയ്തു. നിർമാല്യം പോലുള്ള ഒരു റിയലിസ്റ്റിക് സാമൂഹിക പ്രമേയമുള്ള സിനിമയ്ക്ക് ഈ അംഗീകാരം ലഭിച്ചത് അക്കാലത്ത് ഇന്ത്യൻ സിനിമയിൽ വളർന്നു വന്നിരുന്ന സമാന്തര സിനിമാ പ്രസ്ഥാനങ്ങൾക്ക് ഒരു വലിയ ഊർജം നൽകി. ഇത് മലയാള സിനിമയുടെ കലാപരമായ നിലവാരം ദേശീയ ഭൂപടത്തിൽ അടയാളപ്പെടുത്തുകയും പിന്നീട് വന്ന പല സംവിധായകർക്കും ഇത്തരം പ്രമേയങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ധൈര്യം നൽകുകയും ചെയ്തു. PJ ആന്റണിയുടെ ഭരത് അവാർഡ് നാടക പശ്ചാത്തലമുള്ള അഭിനേതാക്കൾക്ക് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കുന്നതിനും കാരണമായി. നിർമാല്യം സിനിമയുടെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ പശ്ചാത്തലം കൂടി ഒന്ന് നോക്കേണ്ടതുണ്ട്. നിർമാല്യം ചിത്രീകരണം നടന്ന 1970കളിലെ കേരളീയ സമൂഹത്തിന്റെ നേർചിത്രമാണ് ഇത്. 1973 ചിത്രം പുറത്തിറങ്ങിയപ്പോൾ കേരളത്തിൽ ജനാധിപത്യ മൂല്യങ്ങൾ നിലനിന്നിരുന്ന ഒരു സുവർണ കാലഘട്ടമായിരുന്നു. മതം രാഷ്ട്രീയത്തിൽ കാര്യമായി ഇടപെട്ടിരുന്നില്ല. ഈ സാമൂഹിക സാഹചര്യമാണ് MDക്ക് നിർമാല്യം പോലുള്ള ഒരു സിനിമ സംവിധാനം ചെയ്യാൻ അവസരം നൽകിയത്. ഗ്രാമീണ ജീവിതത്തിന്റെ നേർക്കാഴ്ചകൾ സിനിമയിൽ അവതരിപ്പിക്കുന്നു. ഇത് അക്കാലത്തെ
സാമൂഹിക ഘടനയെയും വിശ്വാസങ്ങളെയും പ്രതിഫലിപ്പിക്കുന്നു. വസൂരി പോലുള്ള രോഗങ്ങളെ ദൈവീകോപമായി കാണുന്ന അന്ധവിശ്വാസങ്ങൾ സിനിമയിൽ ചിത്രീകരിക്കുന്നു. ക്ഷേത്രജീവിതം, വെളിച്ചപ്പാട്, പൂജാരി, കഴകക്കാർ എന്നിവരുടെ ജീവിതം ഗ്രാമത്തിലെ എല്ലാവരുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാൽ ദൈവത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന ഇവർക്കും സാധാരണ മനുഷ്യന്റെ എല്ലാ ആകുലതകളും ദൈന്യതയും അനുഭവിക്കേണ്ടി വരുന്നു എന്ന് സിനിമ ചൂണ്ടിക്കാണിക്കുന്നു. നിർമാല്യം വെറും ഒരു കഥ പറച്ചിലല്ല, മറിച്ച് 1970കളിലെ കേരളത്തിന്റെ സാമൂഹിക സാംസ്കാരിക ഘടനയുടെ ഒരു സൂക്ഷ്മ വിശകലനം കൂടിയാണ്. ക്ഷേത്രവും അനുബന്ധ ജീവിതങ്ങളും ഗ്രാമീണ സമൂഹത്തിന്റെ കേന്ദ്രബിന്ദുവായിരുന്ന ഒരു കാലഘട്ടത്തിൽ ആ വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും പിന്നിലെ മനുഷ്യന്റെ ദാരിദ്ര്യവും നിസ്സഹായതയും സിനിമ തുറന്നു കാട്ടുന്നു. മതം രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത ഒരു കാലഘട്ടത്തിൽ പോലും മതപരമായ സ്ഥാപനങ്ങൾക്ക് സമൂഹത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുന്നുണ്ടെന്നും ആ സ്വാധീനം എങ്ങനെ വ്യക്തിജീവിതങ്ങളെ ബാധിക്കുന്നുണ്ടെന്നും സിനിമ വ്യക്തമാക്കുന്നു. ഇത് മതപരമായ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും വിമർശനാത്മകമായി സമീപിക്കാൻ പ്രേക്ഷകനെ പ്രേരിപ്പിക്കുന്നു. സമകാലിക പ്രസക്തിയും അതിൻ്റെ പ്രാധാന്യവും നിർമാല്യം സിനിമയ്ക്ക് ഉണ്ട്. നിർമാല്യം എന്ന സിനിമയുടെ സമകാലിക പ്രസക്തി അതിൻ്റെ കാലാതീതമായ പ്രമേയങ്ങളിലാണ്. MT വാസുദേവൻ നായർ തന്നെ ഒരു അഭിമുഖത്തിൽ ചോദിച്ച ചോദ്യവും ഏറെ പ്രസക്തമാണ്. ഇന്നായിരുന്നുവെങ്കിൽ എനിക്ക് നിർമാല്യം എന്നൊരു ചിത്രം സംവിധാനം ചെയ്യാൻ പറ്റുമായിരുന്നോ? 5 പതിറ്റാണ്ട് പിന്നിട്ടപ്പോഴേക്കും കേരളത്തിലെ സാമൂഹിക അവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചു. മതവും ജാതിയും കേരളീയ സമൂഹത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുകയും മതജാതി നേതാക്കൾ എതിർത്താൽ പിന്നീട് ഒന്നും നടക്കില്ല എന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. ശ്രീകോവിലിലെ വിഗ്രഹത്തിൽ വായിലെ ചോര വെളിച്ചപ്പാട് തുപ്പുന്ന സീൻ ഇന്നത്തെ കാലത്ത് ചിത്രീകരിച്ചിരുന്നെങ്കിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാകുമായിരുന്നു. ഈ രംഗം 50 വർഷങ്ങൾക്കിപ്പുറവും ചർച്ചാ വിഷയമായി തുടരുന്നു. 1973 ഒരു സിനിമയ്ക്ക് ലഭിച്ച കലാസ്വാതന്ത്ര്യവും ഇന്ന് ലഭ്യമല്ല എന്നത് കേരളീയ സമൂഹത്തിൽ സംഭവിച്ച സാമൂഹിക മതപരമായ മാറ്റങ്ങളുടെ സൂചനയാണ്. സിനിമയുടെ ക്ലൈമാക്സ് വിശ്വാസത്തിൻ്റെ പേരിൽ നടക്കുന്ന ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു ശക്തമായ പ്രസ്താവനയാണ്. ഈ പ്രസ്താവനയെ ഇന്ന് അംഗീകരിക്കാൻ സമൂഹം തയ്യാറല്ലെങ്കിൽ അത് സമൂഹത്തിൻ്റെ പിന്നോട്ട് പോക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. നിർമാല്യം പോലൊരു സിനിമ അക്കാലത്ത് നിർമ്മിക്കാൻ കഴിഞ്ഞത് മലയാള സിനിമയുടെ ഭാഗ്യമായി വിലയിരുത്തപ്പെടുന്നു. ഇത് അക്കാലത്തെ കലാസ്വാതന്ത്ര്യത്തിൻ്റെ വ്യാപ്തിയെ സൂചിപ്പിക്കുന്നു. ഇന്നത്തെ സാഹചര്യത്തിൽ കലാപരമായ ആവിഷ്കാരങ്ങൾക്ക് മതപരമായ ഗ്രൂപ്പുകളിൽ നിന്നും രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉണ്ടാകുന്ന വെല്ലുവിളികളെ അത് ഓർമ്മിപ്പിക്കുന്നു. നിർമാല്യം വെറും ഒരു സിനിമ എന്നതിലുപരി കലാസ്വാതന്ത്ര്യത്തിൻ്റെ ഒരു അളവുകോലായി മാറുന്നു. ഒരു സമൂഹത്തിൻ്റെ സഹിഷ്ണുതയുടെയും വിമർശനാത്മക ചിന്തയുടെയും നിലവാരം അളക്കാൻ ഈ സിനിമയെ ഒരു ഉദാഹരണമായി ഉപയോഗിക്കാം. വെളിച്ചപ്പാടിൻ്റെ രക്തം തുപ്പുന്ന രംഗം മതപരമായ കപടതകൾക്കും ചൂഷണങ്ങൾക്കും എതിരെയുള്ള ഒരു ശാശ്വത പ്രതീകമായി നിലകൊള്ളുന്നു. ഇത് ഇന്നത്തെ കാലത്തും മതപരമായ തീവ്രവാദത്തിനെതിരെയും അന്ധവിശ്വാസങ്ങൾക്കെതിരെയും സംസാരിക്കാൻ ധൈര്യം നൽകുന്ന ഒരു കലാസൃഷ്ടിയായി മാറുന്നു. ഇത് സിനിമയെ ഒരു ചരിത്രരേഖ എന്നതിലുപരി സാമൂഹിക മാറ്റങ്ങളെ വിലയിരുത്തുന്നതിനുള്ള ഒരു ഉപകരണമാക്കി മാറ്റുന്നു. ഈ ചിത്രം മലയാള സിനിമയിലെ റിയലിസ്റ്റിക് പ്രവണതകളെ ശക്തിപ്പെടുത്തി. MTയുടെ രചനാവൈഭവം തിരക്കഥാകൃത്തുക്കളുടെ പ്രാധാന്യം വർദ്ധിപ്പിച്ചു. ചിത്രം ആദ്യന്തം വിഷാദാത്മകമായ പ്രകൃതിയെയും മനുഷ്യരെയും അവതരിപ്പിച്ചു. പോസ്റ്റ് ഓഫീസ് പോലുള്ള പൊതുസ്ഥലങ്ങൾ നവോത്ഥാന ഇടങ്ങളായി ചിത്രീകരിച്ചത് അക്കാലത്തെ സാമൂഹിക മാറ്റങ്ങളെയും ആശയവിനിമയത്തിൻ്റെ പ്രാധാന്യത്തെയും സൂചിപ്പിക്കുന്നു. നിർമാല്യം
മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരു സുപ്രധാന അധ്യായമാണ്. MG വാസുദേവൻ നായരുടെ ദീർഘവീക്ഷണവും കലാപരമായ ധൈര്യവും ഈ ചിത്രത്തെ ഒരു ക്ലാസിക്കായി നിലനിർത്തുന്നു. ദാരിദ്ര്യം, വിശ്വാസം, സാമൂഹിക രോഷം തുടങ്ങിയ പ്രമേയങ്ങൾ ഇന്നും പ്രസക്തമാണ്. കാലം മാറുമ്പോൾ സമൂഹത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങളെയും കലാസ്വാതന്ത്ര്യത്തിന് നേരിടുന്ന വെല്ലുവിളികളെയും കുറിച്ചുള്ള സംവാദങ്ങളിൽ നിർമാല്യം ഒരു പ്രധാന റഫറൻസ് പോയിന്റായി എന്നും നിലകൊള്ളും. നന്ദി, നമസ്കാരം.